സീനിയർ സിറ്റിസണ് ലഭിക്കുന്ന 9 ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്നും ഒഴിവ്. 75 അതിലധികമോ പ്രായമുള്ളവർക്കാണ് 2021 മുതൽ ആദായ നികുതി നിയമത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ആനുകൂല്യം ലഭ്യമാകുന്നത്. നികുതി നിയമത്തിലെ വകുപ്പ് 194(p) അനുസരിച്ച് 75 അതിലധികമോ പ്രായമുള്ള വ്യക്തികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR നിബന്ധനകൾക്ക് വിധേയമായി ഫയൽ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ നിബന്ധന അവർ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി അവരുടെ വാർഷിക വരുമാനം ബാങ്കിൽ നിന്നുള്ള പലിശ, പെൻഷൻ എന്നുള്ള 2 സ്രോതസ്സിൽ നിന്ന് മാത്രമായിരിക്കണം. അതായത് അവർക്ക് മറ്റു വരുമാനമൊന്നും ഉണ്ടാവാൻ പാടില്ല. മൂന്നാമതായി പലിശയിൽ നിന്നും വരുമാനം ലഭിക്കുന്ന ബാങ്കിൽ തന്നെ ആവണം അതിൻ്റെ സ്ഥിര നിക്ഷേപം നടത്തിയിരിക്കുന്നത്. കൂടാതെ പെൻഷൻ തുക മാസാമാസം റിസീവ് ചെയ്യുന്നത് അതേ ബാങ്കിൽ തന്നെ ആയിരിക്കണം. അതായത് പലിശ ലഭിക്കുന്നതും പെൻഷൻ റിസീവ് ചെയ്യുന്നതും 2 ബാങ്കുകളാവരുത്. നാലാമതായി ഫോം നമ്പർ 12 BBA പ്രകാരം ഒരു ഡിക്ലറേഷൻ ബാങ്കിൽ സമർപ്പിച്ചിരിക്കണം. അഞ്ചാമതായി മേൽപ്പറഞ്ഞ ബാങ്ക് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത ബാങ്കുകളുടെ ലിസ്റ്റിൽപ്പെട്ടതും നികുതി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് ബാധകമായ TDS ഡിഡക്റ്റ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരുമായിരിക്കണം. ATC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം മറ്റു കിഴിവുകൾ ലഭിക്കുന്നതിനായി കിഴിവ് ബാധകമായ പേയ്മെൻറ്റ്സ് നടത്തിയതിൻ്റെ രേഖകളും കൂടി ബാങ്കിൽ സമർപ്പിച്ചിരിക്കണം. മേൽപ്പറഞ്ഞവ ലഭിച്ചു കഴിയുമ്പോൾ വരുമാനവും കിഴിവുകളും ബാങ്ക് പരിഗണിച്ച ശേഷം ബാക്കി വരുന്ന നെറ്റ് ഇൻകത്തിൻ്റെ നികുതി തിട്ടപ്പെടുത്തി വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് TDS പിടിച്ചു കഴിഞ്ഞാൽ അവർ ITR ഫയൽ ചെയ്യേണ്ടതില്ല. 2. പേപ്പർ ITR ഫോംസ്. ഓൺലൈൻ ITR ഫയലിംഗ് തുടങ്ങുന്നതിന് മുൻപ് പ്രിന്റഡ് ITR ഫോംസ് ഫിൽ ചെയ്തതിന് ശേഷം ആദായ നികുതി ഓഫീസിൽ ഫോം സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ITRകളും ഓൺലൈനായിട്ട് സമർപ്പിക്കണം എന്നാണ് നിയമം. 80 കഴിഞ്ഞ സൂപ്പർ സീനിയേഴ്സിന് ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അവർക്ക് പേപ്പർ ITR ഫോം സമർപ്പിക്കാനുള്ള അനുവാദം ഇപ്പോഴും നിലവിലുണ്ട്. 3. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ ശമ്പളക്കാർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യമായി നല്ലൊരു സംഖ്യ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഏൺഡ് ലീവ് തുടങ്ങിയവയിൽ നിന്നും ലഭിക്കാറുണ്ട്. നല്ലൊരു ശതമാനം ജോലിക്കാരും ഈ തുക ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്നുള്ള പലിശ വരുമാനം കൊണ്ട് അവരുടെ ദൈനംദിന ചെലവുകൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഇൻഫ്ലേഷനെ അടിസ്ഥാനമാക്കി സ്ഥിര നിക്ഷേപങ്ങൾക്ക് ബാങ്ക് പലിശ നിരക്കുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. സ്ഥിര നിക്ഷേപ തുകയുടെ സുരക്ഷിതത്വം കണക്കാക്കിയാണ് ആളുകൾ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നത്. ദേശസാൽകൃത ബാങ്കുകളിലെ നിക്ഷേപങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപത്തിന് പലിശ കൂടുതൽ കിട്ടിയിരുന്നെങ്കിലും അടുത്ത കാലത്ത് നടന്ന പ്രശ്നങ്ങൾ മൂലം സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബാങ്കുകളും സീനിയർ സിറ്റിസണ് 0.5% പലിശ സാധാരണക്കാരെക്കാളും കൂടുതലായി നൽകി വരുന്നുണ്ട്. പലിശ വരുമാനത്തിൽ നിന്ന് ബാങ്കുകൾ TCS പിടിക്കും. ഇത് സാധാരണക്കാർക്ക് 40,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് TDS നിന്ന് ഒഴിവ് നൽകിയിട്ടുണ്ട്. 40,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് 10% TDS ചാർജ് ചെയ്യും. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപ വരെ ഉള്ള പലിശ വരുമാനത്തിന് TDS നിന്നും ഒഴിവ് നൽകിയിട്ടുണ്ട്. 4. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 80 PTB പ്രകാരം 50,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തെ നികുതിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. മൊത്ത വരുമാനത്തിൽ നിന്നും 50,000 രൂപ കിഴിവ് നടത്തിയതിനു ശേഷം ബാക്കി വരുന്ന തുകയ്ക്ക് മാത്രം നികുതി നൽകിയാൽ മതി. 5. മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ്. പ്രായം കൂടുന്തോറും രോഗാവസ്ഥയും കൂടുന്നത് പരിഗണിച്ച് ഗവൺമെൻറ് സീനിയർ സിറ്റിസൺ അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം 50,000 രൂപ വരെയുള്ള തുക മൊത്ത വരുമാനത്തിൽ നിന്നും കിഴിവ് നടത്താവുന്നതാണ്. പ്രായമാകും തോറും അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നതിലാണ് ഇപ്രകാരം വർധനവ് നൽകിയിരിക്കുന്നത്. അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം 50,000 രൂപയിൽ കുറവാണെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ചിലവാകുന്ന 5,000 രൂപ വരെയുള്ള തുകയും ഇതിനോടൊപ്പം മൊത്ത വരുമാനത്തിൽ നിന്ന് കിഴിവ് നടത്താം. എന്നാൽ 2 പേയ്മെൻറ്റ് എമൗണ്ടും കൂടി കൂട്ടുമ്പോൾ 50,000 എന്ന തുകയ്ക്കുള്ളിലായിരിക്കണം. 6. വകുപ്പ് 80 DDB. സ്പെസിഫൈഡ് ഡിസീസസ്. വ്യക്തികൾ സ്പെസിഫൈഡ് ഡിസീസിന് ട്രീറ്റ്മെൻറ്റായി ചിലവാക്കുന്ന തുകയും വരുമാനത്തിൽ നിന്ന് കിഴിവ് നടത്താവുന്നതാണ്. 60 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ 40,000 രൂപയും മുതിർന്ന പൗരന്മാരാണെങ്കിൽ 1,00,000 രൂപ വരെയും കിഴിവ് ലഭിക്കുന്നതാണ്. എല്ലാ അസുഖങ്ങൾക്കും ഇത് ബാധകമല്ല. കിഴിവ് ലഭിക്കാവുന്ന അസുഖങ്ങളുടെ ലിസ്റ്റ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ചിലവാക്കുന്ന തുക മേൽപ്പറഞ്ഞ പരിധിയിൽ കുറവാണെങ്കിൽ ആക്ച്വൽ കൊടുത്ത തുക മാത്രമേ ക്ലെയിം നടത്താവൂ. കൂടാതെ ലിസ്റ്റ് പ്രകാരമുള്ള അസുഖമാണെന്നതിൻ്റെ തെളിവായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കുകയും വേണം. 7. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ശമ്പളക്കാർക്ക് ലഭിക്കുന്ന
വാർഷിക ശമ്പളത്തിൽ നിന്നും 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നത് പോലെ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്നും 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കുറവ് വരുത്താവുന്നതാണ്. 8. അഡ്വാൻസ് ടാക്സ്. വ്യക്തികൾ അവരുടെ വാർഷിക വരുമാനത്തിന് ഒരു വർഷം നൽകേണ്ടി വരുന്ന നികുതി 10,000 രൂപയിൽ കൂടുതലാവുകയാണെങ്കിൽ മുൻകൂറായി വർഷാവസാനത്തിന് മുൻപായി അടച്ചിരിക്കണം എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് അതിന് വീഴ്ച വരുത്തുന്നവർ പിഴപ്പലിശ അടയ്ക്കേണ്ടി വരും. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വരുമാനം ബിസിനസ് അഥവാ പ്രൊഫഷൻ ഒഴിച്ചിട്ടുള്ള മറ്റ് സ്രോതസ്സിൽ നിന്നാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതായത് വരുമാനം, പെൻഷൻ, പലിശ, വാടക തുടങ്ങിയവയിൽ നിന്നാണെങ്കിൽ മുൻകൂർ നികുതി അടയ്ക്കേണ്ടതില്ല. ഇനി ആരാണ് NRI? ഒരു സാമ്പത്തിക വർഷത്തിൽ 182 അതിലധികമോ ദിവസം ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി റെസിഡൻ്റ് എന്ന വിഭാഗത്തിൽപ്പെടും. താമസിക്കുന്ന ദിവസം 182-ൽ കുറവാണെങ്കിൽ അവർ നോൺ റെസിഡൻ്റ് എന്ന കാറ്റഗറിയിൽപ്പെടും. 1/4/2020 മേൽപ്പറഞ്ഞതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം 15 ലക്ഷത്തിന് മുകളിലായിരുന്നാൽ ആ വർഷം 182-ൻ്റെ സ്ഥാനത്ത് 120 അതിലധികമോ ദിവസം ഇന്ത്യയിൽ താമസിക്കുകയും സാമ്പത്തിക വർഷത്തിൻ്റെ മുൻപുള്ള 4 വർഷത്തെ മൊത്തം ഇന്ത്യയിലെ താമസം 365 അതിലധികമോ ദിവസം ആകുകയും ചെയ്താൽ അവർ റെസിഡൻ്റ് എന്ന വിഭാഗത്തിൽപ്പെടും. ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന NRIസിനാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത്. ഇനി ആരാണ് സീനിയർ സിറ്റിസൺ? 60 അതിലധികമോ വയസ്സുള്ളവരാണ് സീനിയർ സിറ്റിസൺ അഥവാ മുതിർന്ന വ്യക്തികൾ എന്ന് അറിയപ്പെടുന്നത്. വയസ്സ് 80 അതിലധികമോ ആയാൽ സൂപ്പർ സീനിയർ അഥവാ അതിമുതിർന്ന വ്യക്തികൾ എന്ന വിഭാഗത്തിൽപ്പെടും. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.